കർവർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഭീമാശങ്കർ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഈ ജ്യോതിർലിംഗത്തിൻ്റെ ഉത്ഭവവും മഹത്വവും ശിവമഹാപുരാണത്തിൽ വിശദമായി വിവരിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ ഐതിഹ്യം: പുരാതന കാലത്ത് ഭീമൻ എന്നൊരു ഭീകര അസുരൻ ജീവിച്ചിരുന്നു. അവൻ കുംഭകർണൻ്റെയും കർക്കടിയുടെയും മകനായിരുന്നു. ക്രൂര സ്വഭാവമുള്ള ഭീമൻ ധാർമ്മികരായ മനുഷ്യരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നവനായിരുന്നു. കുട്ടിക്കാലത്ത് ഭീമൻ തൻ്റെ അമ്മയോടും മുത്തശ്ശന്മാരോടും കൂടി സഹ്യാദ്രി മലനിരകളിൽ ജീവിച്ചിരുന്നു. ഒരു ദിവസം അവൻ തൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ ദുഃഖത്തോടെ പറഞ്ഞു, നിന്റെ അച്ഛൻ കുംഭകർണനാണ്, രാവണൻ്റെ സഹോദരൻ. അവൻ ശ്രീരാമനാൽ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. പിന്നീട് അഗസ്ത്യ മഹർഷി ഭീമൻ്റെ ക്രൂരന്മാരായ മുത്തശ്ശന്മാരെയും വധിച്ചു. ഇതറിഞ്ഞ ഭീമൻ പ്രതികാരാഗ്നിയിൽ ജ്വലിച്ചു. അച്ഛൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അവൻ ദൃഢമായി നിശ്ചയിച്ചു. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായതിനാൽ ഈ മരണത്തിന് കാരണമായ ശ്രീ മഹാവിഷ്ണുവിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ അവനെടുത്തു. ഭീമൻ തുടർന്ന് ബ്രഹ്മാവിനെ ആരാധിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. 1000 വർഷങ്ങളോളം നിരന്തരമായ തപസ്യയ്ക്ക് ശേഷം ഭക്തിയിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് ഭീമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്കെന്ത് വരം വേണം എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, എനിക്ക് അപരിമിതമായ ശക്തി വേണം. ബ്രഹ്മാവ് ആ വരം നൽകി അവിടെ നിന്നും അപ്രത്യക്ഷനായി. വരദാനത്തിലൂടെ ലഭിച്ച അപരിമിതമായ ശക്തിയോടെ ഭീമൻ ദേവന്മാരോട് യുദ്ധം ചെയ്തു. അവൻ ദേവന്മാരെ തോൽപ്പിച്ചു. ശ്രീ മഹാവിഷ്ണുവിനെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. തുടർന്നവൻ തെക്കോട്ട് നീങ്ങി കാമരൂപ രാജ്യത്തിൻ്റെ രാജാവിനെ തോൽപ്പിച്ച് രാജ്യം മുഴുവൻ കീഴടക്കി രാജാവിനെ തടവറയിലാക്കി. സ്വാമി കാമരൂപേശ്വർ പരമശിവന്റെ അത്യന്തം ഭക്തൻ. തടവറയ്ക്കുള്ളിൽ പോലും രാജാവ് ശിവാരാധന തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ ദേവന്മാരും ശ്രീ മഹാവിഷ്ണുവും ചേർന്ന് ഭഗവാൻ ശിവനെ സമീപിച്ചു. സ്തുതികളിലൂടെ ശിവനെ പ്രസാദിപ്പിച്ച ശേഷം ഭീമൻ മനുഷ്യരെയും ദേവന്മാരെയും പീഡിപ്പിക്കുന്ന വിവരം അറിയിച്ചു. അവനെ വധിക്കണമെന്ന അപേക്ഷയും നടത്തി. ഇത് കേട്ട് ശിവൻ പറഞ്ഞു, സ്വാമി കാമരൂപേശ്വരോട് ശിവാരാധന തുടരാൻ പറയൂ. യോഗ്യമായ സമയത്ത് ഞാൻ അവിടെ എത്തും. തുടർന്ന് ഭഗവാൻ ശിവൻ തൻ്റെ ഗണങ്ങളോടൊപ്പം അവിടേക്കെത്തി. അപ്പോൾ കാമരൂപേശ്വർ ആഴത്തിലുള്ള തപസ്സിലായിരുന്നു. ഇതിനിടെ രാജാവ് നിന്നെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോ ഭീമനോട് പറഞ്ഞു. ക്രോധിതനായ ഭീമൻ വാളെടുത്തു നേരെ പാഞ്ഞു. ഭീമൻ രാജാവിനോട്, ശിവാരാധന നിർത്തി എന്നെ ആരാധിക്കുക, ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇതിന് രാജാവ് മറുപടി പറഞ്ഞു, എനിക്ക് ശിവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവൻ പരമേശ്വരനാണ്. അവൻ എന്നും ഞങ്ങളെ രക്ഷിക്കും. ഇത് കേട്ട് ഭീമൻ വാൾ കൊണ്ട് ആക്രമിച്ചു. എന്നാൽ വാൾ ശിവലിംഗത്തിൽ തൊട്ട നിമിഷം ആ ലിംഗത്തിൽ നിന്ന് ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഭീമനെ വധിച്ചു. പിന്നീട് എല്ലാ ഋഷികളും ദേവന്മാരും ഭഗവാൻ ശിവനെ ആരാധിച്ചു. ഈ രൂപത്തിൽ മഹേശ്വരനെ ഭീമാശങ്കർ എന്ന നാമത്തിൽ ലോകർ ആരാധിക്കുന്നു. ഭീമാശങ്കർ മഹാദേവനെ ഭക്തിയോടെ ദർശിച്ച് ആരാധിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും എളുപ്പത്തിൽ നീങ്ങും എന്നാണ് വിശ്വാസം. മൂന്നാമത്തേതാണ് ദേഹളി വിനായകൻ. കാശി വിശ്വനാഥനോട് നേരായ ഒരേ രേഖയിൽ. ഇത് യാത്രയുടെ മധ്യഘട്ടം. കാശിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ ഇവിടെ ധ്യാനം ചെയ്തുവെന്ന് വിശ്വാസം. നാലാമത്തേതാണ് രാമേശ്വരം ക്ഷേത്രം. തെക്കൻ ഇന്ത്യയിലെ രാമേശ്വരത്തിൻ്റെ പ്രതിരൂപം. വരുണ നദിയുടെ തീരത്ത് യാത്രയുടെ വടക്കേ അറ്റബിന്ദു. ശാസ്ത്രങ്ങൾ പറയുന്നു, കാശി മണ്ഡലത്തിലെ ലിംഗങ്ങൾ 42 വകഭേദങ്ങൾ. കപിലാധാര ക്ഷേത്രത്തിൽ ഈ 42ഉം ഒറ്റ രൂപത്തിൽ. പാശപാണി വിനായകൻ കൂടാതെ കപിലാധാര ക്ഷേത്രം. ഇവയാണ് പഞ്ചക്രോശി പരിക്രമയുടെ അവസാനം. ഓരോ പൗർണമിയിലും 100 കണക്കിന് പേർ 88 കിലോമീറ്റർ ദൈർഘ്യമുള്ള പരിക്രമ 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഈ യാത്ര നടത്തുന്നു. പലരും മഹത്തായ രീതിയിൽ ജീവിക്കാനായി തീരുമാനിക്കാറില്ല. എങ്കിലും കുറഞ്ഞത് മഹത്തായ രീതിയിൽ മരിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടാകാറുണ്ട്. മഹത്വത്തോടെ മരിക്കുക എന്നത് ശരീരം ഉപേക്ഷിക്കുന്ന ഒരു മരണത്തെ മാത്രം അർത്ഥമാക്കുന്നില്ല.
പരമമായ മോചനത്തിലേക്ക് നയിക്കുന്ന ഒരു മരണമാണ് അതിൻ്റെ അർത്ഥം. പൂരണ ജഗത്കാരണ സത്യദേവ ദേവ